ഹാരിസ് ചിറക്കൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാക്കിയിട്ടുള്ള തുടർചലനങ്ങൾ ഇന്നും അവസാനിച്ചിട്ടില്ല. എന്തായാലും ആ പ്രതികരണങ്ങൾ ഉണ്ടായതിനു ശേഷം ആശുപത്രിയിലെ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഇന്ന് രാവിലെ ആശുപത്രിയിൽ എത്തി എന്നുള്ളതൊരു പോസിറ്റീവായ കാര്യം തന്നെയാണ്. ആ ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങൾ മാത്രമല്ല, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളും ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ഏതെങ്കിലും ഡോക്ടർ തുറന്നു പറഞ്ഞിട്ട് വേണമോ പരിഹരിക്കാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുന്നത്. ഇല്ല എന്ന് മന്ത്രി പറയുന്നു. പക്ഷേ ഒരു 4 അംഗ സമിതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹാരിസ് ചിറക്കൽ നടത്തിയ വെളിപ്പെടുത്തലുകളും അതോടൊപ്പം തന്നെ ഹാരിസ് ചിറക്കലിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ അച്ചടക്ക ലംഘനങ്ങളും എല്ലാം പരിശോധിക്കുകയാണ്. നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് എങ്കിൽ കൂടി ഒരു തുറന്നു പറച്ചിൽ നടത്തി, സർക്കാർ ഉദ്യോഗസ്ഥനാണ് നടത്തിയത്. അപ്പോൾ ചട്ടലംഘനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിൽ എന്ത് തരത്തിലുള്ള നടപടി, അതൊരു താക്കീതിൽ ഒതുങ്ങുമോ അതോ മറ്റെന്തെങ്കിലും നടപടിയിലേക്ക് പോകുമോ എന്നുള്ളതാണ്. ഇനി ആവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി വിടാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒരു മെഡിക്കൽ സർവീസ് കൊടുക്കുന്നതിൽ ഫാസ്റ്റ് ട്രാക്ക് ചെയ്യണം, കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം. അതിനുള്ള സിസ്റ്റമാണ് വരേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ സ്ട്രോങ് ആയി രംഗത്തിറങ്ങുന്നതായിരിക്കും. ഈ അന്വേഷണ സമിതി എവിടേക്ക് എത്തി? അന്വേഷണ സമിതിയിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളുണ്ട്, നെഫ്രോളജി വിഭാഗം മേധാവിയുണ്ട്, അതോടൊപ്പം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടുണ്ട്, അതോടൊപ്പം തന്നെ അവിടുത്തെ യൂറോളജി വിഭാഗം മേധാവിയുണ്ട്. ഇവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെ മേധാവികളുമായും കൂടിക്കാഴ്ച നടത്തി ഡോക്ടർമാരെയൊക്കെ കണ്ടു. എന്തെല്ലാം പ്രശ്നങ്ങളാണ് നിങ്ങൾക്കുള്ളത് എന്നൊക്കെ ചോദിച്ചറിഞ്ഞാണ് മടങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു വിശദമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ തുടർ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു അഴിച്ചുപണിയിലേക്ക്, മെഡിക്കൽ കോളേജിന്റെ തലപ്പത്തൊരു അഴിച്ചുപണിയിലേക്ക് സർക്കാർ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടായിരിക്കുന്ന സുനിലിനെ മാറ്റി ഇതിനു മുൻപ് സൂപ്രണ്ടായിരുന്ന നിസാറുദ്ദീൻ ഉണ്ട്. നിസാറുദ്ദീനെ തിരികെ കൊണ്ടുവരാനുള്ളൊരു നീക്കം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിസാറുദ്ദീൻ ഈ പറയുന്ന സൂപ്രണ്ട് സ്ഥാനം ഉപേക്ഷിച്ച് പോകാനുള്ള കാരണമെന്ന് പറയുന്നത് ഹാരിസ് ചിറക്കൽ പറഞ്ഞതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ അദ്ദേഹം ആവശ്യപ്പെട്ടു ആശുപത്രിയുടെ നല്ല നിലയ്ക്കുള്ള മുന്നോട്ട് പോക്കിന് വേണ്ടി. പക്ഷെ അന്ന് അതൊന്നും സാധിച്ചു കിട്ടിയിരുന്നില്ല. അതിനാൽ തന്നെ ആരോഗ്യ മേഖലയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ പ്രതിസന്ധി ഇടപെടലുകൾ ഉണ്ടാവുകയാണ്.